എല്ലാവർക്കും നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് ആണ് പഠിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കോൺവെക്സ് മിററിനെ കുറിച്ചും കോൺകേവ് മിററിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു കോൺകേവ് മിററിൻ്റെ കേസിലും കോൺവെക്സ് മിററിൻ്റെ കേസിലും ഇമേജ് ഉണ്ടാകുന്നത് കണ്ടു ഇല്ലേ. ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടായിരുന്നു. വി ഓൾറെഡി നോ ദാറ്റ് ദ ഇമേജസ് ഫോംഡ് ബൈ പ്ലെയിൻ മിറേഴ്സ്. വാട്ട് ആർ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ നിവർന്നാന്ന് കണ്ടായിരുന്നില്ല. പ്ലെയിൻ മിറേഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്? നമ്മളിങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അതേ രൂപത്തിൽ തന്നെയായിരിക്കും, നിവർന്ന് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? വെർച്വൽ ആണ് കേട്ടോ. വെർച്വൽ ഇമേജ് ആണ്. കാരണം നമ്മുടെ ആ ഇമേജിനെ നമുക്കൊരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് ആ കണ്ണാടിയിൽ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഇമേജിനെ വേറൊരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയാം? വെർച്വൽ ഇമേജ് എന്ന് പറയാം. ഇനി വേറൊരു ഫീച്ചേഴ്സ് നമ്മൾ എന്ത് പറയാം? ആ സൈസ് എങ്ങനെയാണ്? നമ്മുടെ അതേ സൈസിലാണല്ലോ കാണുന്നത്. അപ്പോൾ എന്ത് പറയാം? സെയിം സൈസുമാണെന്ന് പറയാം അല്ലേ. സെയിം സൈസിലുമാണ് പ്ലെയിൻ മിററിൽ ഇല്ലേ ഇമേജ് ഉണ്ടാകുന്നത് കണ്ടു അല്ലേ. അതുപോലെ തന്നെ സെയിം സൈസാണ്, സെയിം ഡിസ്റ്റൻസും ആണ് കേട്ടോ. നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സെയിം സൈസ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടെ. ഇറക്റ്റ് ആയിരിക്കും, അതായത് നിവർന്നതായിരിക്കും കേട്ടോ. ഇറക്റ്റ് എന്ന് വെച്ചാൽ നിവർന്നതെന്നാണ് കേട്ടോ. നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്, നിവർന്നതായിരിക്കും. അതുപോലെ തന്നെ വെർച്വൽ, അതായത് മിഥ്യയായിരിക്കും. അതായത് മിഥ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്? സ്ക്രീനിൽ കിട്ടുന്നില്ല. സ്ക്രീനിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ നമുക്ക് കിട്ടുമോ? നമ്മുടെ ഇമേജിനെ സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റുമോ അതേ രൂപത്തിൽ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് മിഥ്യയാണ്. അതുപോലെ തന്നെ സെയിം സൈസും ആയിരിക്കും ഉണ്ടാകുന്നത് പ്ലെയിൻ മിറേഴ്സിൻ്റെ കേസിൽ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിലും എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? അതിൻ്റെ നമ്മൾ കണ്ടായിരുന്നു, സ്പൂണൊക്കെ വെച്ച് നോക്കി കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദർ ആർ 2 types ഓഫ് ഇമേജ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കേട്ടോ. റിയൽ ഇമേജും ഉണ്ട്, വെർച്വൽ ഇമേജും ഉണ്ട്. റിയൽ ഇമേജസ് ആർ ദോസ് ദാറ്റ് ക്യാൻ ബി കോട്ട് ഓൺ ദ സ്ക്രീൻ. അതായത് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിൽ ലഭിക്കുന്ന ഇമേജുകളെയാണ് നമുക്ക് എന്ത് പറഞ്ഞിരിക്കുന്നത്? റിയൽ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വെർച്വൽ ഇമേജസ് ആർ ദോസ് ദാറ്റ് കനോട്ട് ബി കോട്ട് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നില്ലാത്ത ഇമേജുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പം ഇമേജസ് 2 തരമുണ്ട്. വെർച്വൽ ഇമേജും ഉണ്ട്, റിയൽ ഇമേജും ഉണ്ട്. അത് യഥാർത്ഥ പ്രതിബിംബവും അതുപോലെ തന്നെ മിഥ്യാ പ്രതിബിംബവും. യഥാർത്ഥ പ്രതിബിംബമാണ് റിയൽ ഇമേജ്. അതെങ്ങനെയാണ്? നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും കേട്ടോ. സ്ക്രീനിൽ നമുക്ക് കിട്ടും, അതേ ഇതിൽ തന്നെ കിട്ടും. പക്ഷെ അത് ഇൻവേർട്ടഡ് ആയിട്ടും സൈസിനൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതേ രൂപത്തിൽ തന്നെ കിട്ടും. മനസ്സിലായല്ലോ. പക്ഷേ വെർച്വൽ ഇമേജ് ആണെങ്കിൽ എങ്ങനെയാണ്? അത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ട്രൈ ടു ഫോം ആൻ ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഓൺ ദ വാൾ വിത്ത് എ കോൺകേവ് മിറർ. അപ്പോൾ കോൺകേവ് മിറർ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ, കോൺകേവ് കേട്ടോ, മിറർ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് സ്ക്രീനിൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് റിയൽ ഇമേജ് കിട്ടുന്ന ആർക്കാണ്? കോൺകേവ് മിററിലാണ്. അപ്പോൾ കോൺകേവ് മിറർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്താണ് സ്ക്രീനിൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ. അങ്ങനെയുള്ളൊരു കോൺകേവ് മിറർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്താണ്? ഒരു ഫോക്കൽ ലെങ്ത് അറിയാവുന്ന ഒരു കോൺകേവ് മിറർ എടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഇമേജ് ഒരു സ്ക്രീനിലേക്ക് അതല്ലെങ്കിൽ ഭിത്തിയിലേക്കൊക്കെ പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് ആ ഇമേജ് നമുക്കവിടെ വോളിൽ കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒബ്ജക്റ്റിനേക്കാളും ചെറിയ സൈസിലായിരിക്കും കിട്ടും. ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സ്കൂളിൽ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ സാധിക്കും. അത് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെയിം കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ. ഒബ്ജക്റ്റിനേക്കാളും കുറഞ്ഞ ഇമേജ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്പൂണൊക്കെ എടുത്ത് നോക്കി വെച്ചാൽ മതി. നമ്മൾ കാണിക്കുന്ന അതിനേക്കാളും എങ്ങനെയായിരിക്കും? ചെറിയ സൈസ്, ഒറിജിനൽ സൈസിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തല കീഴായതായിരിക്കും കേട്ടോ. തല കീഴായതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? തല കീഴായിട്ടുള്ള ഇമേജും ആയിരിക്കും കിട്ടുന്നത്. ഇനി തല കീഴായിട്ടുള്ള ഇമേജ് ആണ്, അതെങ്ങനെയാണ് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജും ആയിരിക്കും കിട്ടുന്നത്, റിയൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളിവിടെ ഏതാണ് ഉപയോഗിച്ചത്? കോൺകേവ് ആണല്ലേ. കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ഉപയോഗിച്ചപ്പോൾ അവിടെ കിട്ടുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റിനേക്കാളും വസ്തുവിനേക്കാളും ചെറുതായിരിക്കും. വലുതാവുന്ന സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ചെറുതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, തലകീഴായതായിരിക്കും കേട്ടോ. തലകീഴായതായിരിക്കും. അതുപോലെ തന്നെ റിയൽ ആയിരിക്കും അവിടെ കിട്ടുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രതിബിംബമായിരിക്കും അവിടെ കിട്ടുന്നത്.
അപ്പം നമ്മൾ ഈ മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ അത് ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, വെൻ എ ക്ലിയർ ഇമേജ് ഈസ് ഫോംഡ് മെഷർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്ക്രീൻ ടു ദ മിറർ. മിററിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യുക. അപ്പം മെഷർ ചെയ്യുമ്പോൾ അത് നമുക്ക് അറിയാൻ സാധിക്കും എന്തായിരിക്കും ഫോക്കൽ ലെങ്ത് ആയിരിക്കും. മനസ്സിലായ പറഞ്ഞു. നമ്മൾ കോൺകേവ് മിററിന്റെ കേസിൽ പറഞ്ഞില്ലായിരുന്നു, ഇതാ ഇങ്ങനെയല്ലേ കണ്ടത്, ഒബ്ജക്റ്റ് സപ്പോസ് ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ റേസ് ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴുന്നുണ്ട്. എന്തിയുടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകും, ഫോക്കസിൽ കൂടെ പോരും. അവിടെയാണല്ലോ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഇമേജ് ഉണ്ടാകുന്ന പൊസിഷൻ ഇതാണ്. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കൽ ലെങ്ത് തന്നെയല്ലേ. അതായത് ഫോക്കസും അതുപോലെ തന്നെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അതെന്ന് പറയുന്നത്. അപ്പോൾ വസ്തു ദൂരെയായിരുന്നാലും ഇമേജ് എപ്പോഴും ഉണ്ടാകുന്ന എവിടെയായിരിക്കും, ഫോക്കസിൽ തന്നെയായിരിക്കും കേട്ടോ. ഞാൻ നോക്കട്ടെ, ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് വെരി ഫാർ അവേ ദി ഇമേജ് ഫോംഡ് ബൈ ദ കോൺകേവ് മിറർ വിൽ ബി അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി മിറർ. മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ തന്നെയായിരിക്കും എന്നാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഇനി എല്ലായ്പ്പോഴും ഫോക്കസിൽ തന്നെ ആയിരിക്കുമോ ഇമേജ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പം വസ്തു അകലെ ആയിരിക്കുമ്പോൾ ഇമേജ് ഉണ്ടാകുന്നത് ഫോക്കസിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എല്ലായ്പ്പോഴും അങ്ങനെ ആണെന്നില്ല. വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ചിട്ട് എന്താണ് ഇമേജിൻ്റെ പൊസിഷനും അവിടെ മാറി വരാം കേട്ടോ. അതിനുവേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. പ്ലസ് ടുവിലൊക്കെ വരുമ്പം പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. കോൺകേവ് മിറർ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനേക്കാളും ചെറിയ സൈസിലുള്ള ഇമേജ് കിട്ടി. അതുപോലെ ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണെന്നും മനസ്സിലായി. അപ്പോൾ ഒബ്ജക്റ്റ് വളരെയധികം ദൂരെയാവുകയാണെന്നുള്ള ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും, കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ തന്നെയായിരിക്കും എന്ന് മനസ്സിലായി. പക്ഷേ ഫോക്കസിൽ തന്നെ ആയിരിക്കണമെന്നല്ല ഇമേജ് ഫോം ചെയ്യുന്നത് കേട്ടോ. അതായത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ചിട്ട് എന്താണ് ഇമേജിൻ്റെ പൊസിഷനും മാറും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമേ. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് കേട്ടോ. ഈ ടേബിളൊക്കെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ശരിക്കും ആക്ച്വലി ചെയ്യുന്നത് പ്രാക്ടിക്കൽ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം അതിനേക്കാളും നമുക്ക് തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാമേ. അതായത് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നോക്കിയേ, ഇമേജ് ഫോർമേഷൻ ഇൻ സ്പെറിക്കൽ മിറേഴ്സ് യൂസിങ് റേ ഡയഗ്രാം. ഈ ഒരു സെക്ഷനാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇത് പഠിച്ചിട്ട് നമുക്ക് അടുത്ത പുറയിലത്തെ സെക്ഷൻ നോക്കാം കേട്ടോ. അതായത് ഗോളീയ ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം രേഖാചിത്രത്തിലൂടെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. റേ ഡയഗ്രാം രേഖാചിത്രത്തിലൂടെ സ്പെറിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റിഫ്ലക്ഷൻ്റെ ഒരു ലോ പഠിച്ചായിരുന്നു ഇല്ലേ. എന്താണ് ആ ലോ പറഞ്ഞത്, നമ്മൾ ഇൻസിഡൻറ്റ് റേ വന്നു വീണു, പതനരശ്മി വന്നു വീണു, അതേ ആംഗിളിൽ തന്നെയായിരിക്കും പ്രതിപതന രശ്മിയും പോകുന്നതെന്ന്. അതായത് പതനകോണും ഇല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു കാര്യം നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മൾ വക്രതാകേന്ദ്രം ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മൾ എങ്ങോട്ടാണോ ഒരു റേ വന്ന് വീഴുക, ഇതാ നോക്കിയാൽ നമ്മളിപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസ് എടുക്കുകയാണ്. ഇതാ ഇവിടെ വന്ന് ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഒരു റേ ഇതാ ഇവിടെ വന്ന് വീഴുവാന്ന് ചോദിച്ചു. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മളിതാ ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതെന്താണ് നോർമലായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, ലംബമായിട്ട്. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ഈ പതനരശ്മി ഉണ്ടല്ലോ അതിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞൊരു ലംബമായിട്ടാണ് അല്ലെങ്കിൽ നോർമലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വെൻ ഡ്രോവിങ് ദ പാത്ത് ഓഫ് റിഫ്ലക്റ്റർ റേസ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ കണ്ടായിരുന്നു. ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ മസ്റ്റ് ബി കൺസിഡർഡ്. ഇത് ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ലൈൻ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ടേക്കൺ ആസ് നോർമൽ. അതായത് വക്രതാകേന്ദ്രത്തിൽ നിന്നും പതനബിന്ദുവിലേക്ക് വരയ്ക്കുന്ന, വക്രതാകേന്ദ്രം ഇതാണ്, ഇതിൽ നിന്ന് പതനബിന്ദു ഇല്ല എവിടെയല്ലേ വന്ന് വീഴുന്നത്, അതിലേക്ക് വരയ്ക്കുന്ന രേഖ നമ്മൾ ലംബമായിട്ടാണ് എടുക്കേണ്ടത്. ഇനി ദ പൊസിഷൻ ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഇമേജസ് ഫോംഡ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഡ്രോവിങ് ദ പാത്ത് ഓഫ് ദി ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റ് റേസ്. നമ്മൾ കണ്ടില്ലായിരുന്നു. അതായത് ഇമേജ് ഉണ്ടാകുന്ന ഇമേജിൻ്റെ നേച്ചറും ഇല്ല അതിൻ്റെ പൊസിഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നമ്മൾ പാത്ത് വരച്ചുള്ള ഇൻസിഡൻറ്റ് റേ ഉണ്ടല്ലോ, വന്ന് വീഴുന്ന റേ ഉണ്ടല്ലോ, അതും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ആ റേസിൻ്റെ പാത്ത് വരച്ചാൽ മാത്രമേ ഉള്ളൂ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി പ്രധാനമായിട്ട് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ റൂൾ ആദ്യം ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം റൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ അതിൻ്റെ ആദ്യത്തെ റൂളാണ് കേട്ടോ, ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. റേ പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നിങ്ങളിത് വരയ്ക്കാൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. മിറർ വരയ്ക്കുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. കോൺവെക്സ് മിററിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺകേവ് മിററിൻ്റെ കേസിൽ ഇതാ ഇങ്ങനെ വരും. ഇത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് അടയാളപ്പെടുത്തുക. സി, പി, പോള്, ഫോക്കസ് ഒക്കെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരിക. അപ്പോൾ പാരലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാ നോക്കട്ടെ, നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ നോർമൽ വരയ്ക്കുക. ഇതാ ഇങ്ങനെയാണ്, ഇതാണ് നോർമൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ കണ്ടില്ലായിരുന്നു, ആംഗിൾ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ആർ. അപ്പോൾ ആംഗിൾ ഓഫ് ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇതല്ലേ ആംഗിൾ ഓഫ് ഐ ആയിട്ട് വരുന്നത്. നോർമൽ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ആംഗിൾ ഓഫ് ഐ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇതേ ആംഗിളിൽ തന്നെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ പോകും. അത് പോകുന്നത് ഈ ഫോക്കസിൽ കൂടെ ആയിരിക്കും. അതായത് ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 6. അതായത് ആംഗിൾ ഓഫ് ഐ തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ ഓഫ് ആർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു റേ, ഇതാണ് പറയുന്നത്, റൂള് പറയുന്നത് ഇതാണ്, ഒരു റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഫോക്കസിൽ കൂടെ ആയിരിക്കും. കണ്ടോ? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അതെങ്ങനെയായിരിക്കും? നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു, കോൺകേവ് മിററിന്റെ കേസിൽ കണ്ടില്ല, അത് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അതെങ്ങനെയായിരിക്കും? ഫോക്കസിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്, ആംഗിൾ ഓഫ് ആർ ഇതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. റേ പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്താണത് സംഭവിക്കുന്നത്? ഇറ്റ് വിൽ പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് കേട്ടോ. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി ആയിരിക്കും അത് പാസ് ചെയ്ത് പോകുന്നത് ഇൻ ദ കേസ് ഓഫ് കോൺകേവ് മിറർ. ഓക്കെ ആണല്ലോ? ഇനി കോൺവെക്സ് മിററിന്റെ കേസിൽ വരികയാണെങ്കിൽ അതുപോലെ തന്നെ റേസ് ഫോളിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് അത് വന്ന് വീഴും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഇങ്ങനെ എന്താണ് ഡൈവേർജ് ചെയ്ത് പോകും അല്ലേ? ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ച് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെ കേട്ടോ? ഫോക്കസിൽ കൂടി ആയിരിക്കും. അത് കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ കിട്ടും കേട്ടോ. ഫോക്കസിൽ കൂടി ആയിരിക്കും അത് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ ഇതാണ് വന്ന് വീഴുന്ന പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമൽ ഇങ്ങനെ നമ്മൾ നീട്ടി വരയ്ക്കുക കേട്ടോ. നോർമൽ എങ്ങനെയാ? നീട്ടി അങ്ങ് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. നോർമൽ നമ്മൾ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഏതായിരിക്കും? ഇതായിരിക്കും. ഇത് രണ്ടും എങ്ങനെയാണ്? ഈക്വൽ ആണ് കേട്ടോ. ഞാനിപ്പോൾ വരച്ചതിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. ഇവിടെ നോക്കുക, എന്താണ് ആദ്യമേ നമ്മൾ നോർമൽ കേട്ടോ, സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കും കേട്ടോ. ഇവിടെ നിങ്ങൾ നോർമൽ നീട്ടി അങ്ങ് വരയ്ക്കും കേട്ടോ. നോർമൽ ഇതാണ് വരുന്നത്. അപ്പോൾ എന്താണ് വന്ന് വീണു. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതേ ആംഗിളിൽ തന്നെയായിരിക്കും, ഇതേ സെയിം ആംഗിളിൽ തന്നെയായിരിക്കും ഇതെന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ റേ എങ്ങനെയാണ്? കറക്റ്റ് കണ്ടില്ലേ? നീട്ടി വരച്ച് കഴിയുമ്പോൾ എന്താണ് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ കേട്ടോ. എങ്ങനെയാണ്? കോൺവെക്സ് മിററിൻ്റെ കേസിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയും കേട്ടോ. ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണെന്നുള്ള ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ്? കോൺകേവ് മിററിൻ്റെ കേസിൽ എങ്ങനെയാണ്? പാസിങ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ എങ്ങനെയാണ്? അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ. മനസ്സിലായല്ലോ? ഇനി അടുത്ത റൂള് നോക്കി, ഇതാണ് രണ്ടാമത്തെ റൂള് പറയുന്നത് കേട്ടോ. എന്താണ്? റേ പാസിങ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു റേ ഓഫ് ലൈറ്റ് കണ്ടില്ലേ? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോവാണ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ വരയ്ക്കാം. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ഇവിടെയെല്ലാം വന്ന് വീഴുന്നത്. അപ്പം അങ്ങോട്ട് വരയ്ക്കുന്ന ലൈൻ ആണല്ലോ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ നമ്മൾ എങ്ങനെയാണ്? നോർമൽ ഇങ്ങനെ വരച്ചു. അപ്പോൾ നോക്കി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതായിട്ട് വരും? ഇതായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പം ഒരു പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെയാണ് റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എന്താണ്? നോക്കി, ഇതേ ആംഗിളിൽ തന്നെ വേണം. അപ്പം ഇതേ ആംഗിളിൽ തന്നെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ. അതായത് ഈ രണ്ട് ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഒരു റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് എങ്ങനെയായിരിക്കും? കോൺകേവ് മിററിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. അത് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോകുന്നത്.
ഇതവിടെ നോക്കിയാൽ കോൺവെക്സ് മിററിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയത് ആ റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീണു. അപ്പോൾ എവിടെയാണ് വന്ന് വീഴുന്നത്? അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ നോർമൽ ഇതാ കേട്ടോ, നോർമൽ കറക്റ്റ് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും നോർമൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ തന്നെ, അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇതായിട്ട് വരും. അപ്പോൾ അതാണ് പോകുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് എങ്ങനെയാണ് പോകുന്നത്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും പോകുന്നത്. അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഫോക്കസിൽ കൂടിയാണ് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ, ലെൻസ് മിററിലേക്ക് വന്ന് വീഴുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസിനായിട്ട്, ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോകുന്നത്. ഇനി നമുക്ക് നോക്കാം തേർഡ് റൂൾ നോക്കാം. നോക്കിയേ, റേ പാസിങ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. കണ്ടില്ലേ, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു റേ കടന്നു പോവുക. കണ്ടല്ലോ, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു റേ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അത് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഇവിടെ വന്നില്ലേ, അത് തിരിച്ച് അതേ പാത്തിൽ കൂടെ തന്നെ കടന്നു പോകും, തിരിച്ച് സെയിം പാത്തിൽ കൂടെ തന്നെ കേട്ടോ. അത് നോക്കിയേ, കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിൽ ഇവിടെ വന്ന് വീണു അല്ലേ, നേരെ സെന്റർ ഓഫ് കർവേച്ചർ വന്ന് വീണു. അപ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് കടന്നു പോകുന്നത് അതേ ലൈനിൽ തന്നെ കൂടെ ആയിരിക്കും. അപ്പം അത് ഓർത്തിരിക്കുക. ഇനി നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ നോക്കട്ടോ, റേ ഫോളിങ് ടുവാർഡ്സ് ഓഫ് പോൾ, പോളിലേക്ക് വന്ന് വീടുവാന്ന് വിചാരിച്ചു. റേ പോളിലേക്ക് വന്ന് വീടുമ്പോൾ അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്? ഇത് തന്നെ വരും. അപ്പം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഏത് വരും? ഇതേ ആംഗിളിൽ തന്നെ, ഇതേ സെയിം ആംഗിളിൽ തന്നെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. കണ്ടല്ലോ, എന്തിൻ്റെ കേസിൽ? കോൺകേവ് മിററിൻ്റെ കേസിൽ. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ ഇവിടെ വന്ന് വീഴുവാണെങ്കിൽ അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇതേ ആംഗിളിൽ തന്നെ അത് എന്തായിരിക്കും? തിരിച്ചു പോകും. ഓക്കെ ആണല്ലോ. അപ്പം ഇൻസിഡന്റ് ഒബ്ലിക്കലി എന്ന് പറയാം, ചെരിഞ്ഞ് വീഴുക എന്ന് പറയാം കേട്ടോ. ഇൻസിഡന്റ് ഒബ്ലിക്കലി ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ചെരിഞ്ഞ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഇറ്റ് റിഫ്ലക്റ്റഡ് എന്ത് പറയാം, റിഫ്ലക്റ്റഡ് ഓൺ ദ സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം കേട്ടോ. സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ എന്താണത്? ചെരിഞ്ഞ് തന്നെ ഒബ്ലിക്കലായിട്ട് തന്നെ എന്താണ് അത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 റൂളുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ 4 റൂളുകൾ വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ റേ ഡയഗ്രം ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ 4 റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കോൺകേവ് മിറർ ആണ് കേട്ടോ. കോൺവെക്സ് മിററിൻ്റെ അധികം നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ നിങ്ങളിന്ന് റേ ഡയഗ്രം ഇനി ഈ 4 റൂളുകൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കോൺവെക്സ് മിററിൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളൂ. കോൺകേവ് മിററിൻ്റെ ഒരു 5-6 സിറ്റുവേഷനിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നമുക്ക് നോക്കാനുണ്ട്. അപ്പം അതിന് മുന്നേ നിങ്ങൾ ഈ 4 റൂളുകൾ പഠിച്ചിരിക്കുക. ആദ്യമേ ഓർക്കണം, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുവാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ദെൻ പിന്നെന്താണ്, ഫോക്കസിൽ കൂടെയാണ് വരുന്നതെങ്കിൽ എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തന്നെ റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. പിന്നെ പോളിലേക്കാണ് വന്ന് വീഴുന്നതെങ്കിൽ സെയിം ആംഗിളിൽ തന്നെ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. മനസ്സിലായി? ഈ 4 റൂളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് നോക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഈ 4 റൂളുകൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ബാക്കി പോർഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്